ധർമ്മസ്ഥലയിൽ മനാഫിന്റെ അറസ്റ്റ് ഉറപ്പായിരിക്കുകയാണ്. SIT അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്താവും ഇനി ഭാവി? ഇതിൽ മനാഫിനെ നന്മമരം എന്ന് വിശേഷിപ്പിച്ച ആരാന്നറിയോ? ഓർമ്മയുണ്ടോ? അതെ, കോഴിക്കോട് അല്ല, അമ്പറിക്ക PV അൻവറാണ് മനാഫിനെ ആദ്യമായി നന്മമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ശിരൂർ ഗംഗാവാലി പുഴയിൽ മനാഫിൻ്റെ ലോറി ഓടിച്ചിരുന്ന അർജുൻ മലയിടിച്ചിൽ തുടർന്ന് വെള്ളത്തിൽ പോകുന്നു. വെള്ളത്തിൽ പോയി അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മനാഫ് എന്ന് പറയുന്ന മലയാളി ലോറി ഉടമ തൻ്റെ തൊഴിലാളിയെ ജീവനോടെ പുറത്തെത്തിക്കാൻ വേണ്ടി നടത്തുന്ന ത്യാഗപ്രവർത്തനങ്ങൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കണ്ടും മലയാളി കൈയടിച്ചു. ചാനലിലൊക്കെ വലിയ താരമായി അൻവർ നന്മമരമായിട്ട് വിശേഷിപ്പിച്ചു. പക്ഷേ ഒടുവിൽ അർജുൻ്റെ കുടുംബം തന്നെ മനാഫിനെ തള്ളി പറഞ്ഞു. ഇയാൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി. അന്നേ സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ലോറി വെള്ളത്തിൽ പോയി എന്നാണ് തുടക്കത്തിലേ സംശയിച്ചിരുന്നത്. പക്ഷെ വെള്ളത്തിൽ തപ്പാൻ സമ്മതിക്കാതിരുന്നത് മനാഫാണ്. മനാഫ് അല്ല, വെള്ളത്തിൽ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, മണ്ണിനടിയിലുണ്ട് എന്ന് പറഞ്ഞ് 6-7 ദിവസം അല്ലേ മണ്ണിനടിയിലുള്ള തെരച്ചിൽ നടത്തി. അവിടുന്ന് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഓരോ സ്റ്റോറി ഉണ്ടാക്കി മണ്ണിൽ തെരച്ചിൽ നടക്കുകയായിരുന്നു. പക്ഷേ ലോറി അപ്പോൾ വെള്ളത്തിലായിരുന്നു. വെള്ളത്തിൽ ആ ലോറിയിൽ കെട്ടിവെച്ചിരുന്ന കൂറ്റൻ മരത്തടികൾ അല്ലേ ഒഴുകിപ്പോയി. അപ്പോൾ പലരും പറയുന്നുണ്ട്, എന്തിനാണ് ഇത് ലോറി പുഴയിൽ തിരയാൻ എന്തുകൊണ്ട് മനാഫ് സമ്മതിച്ചില്ല? മനാഫിൻ്റെ ലോറിയുടെ തടികൾക്കിടയിൽ മറ്റെന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ലോറി വെള്ളത്തിൽ കിടക്കണം, കയറുകൾ പൊട്ടി കുത്തൊഴുക്കിൽ ഈ തടികൾ ഒഴുകിപ്പോകണം. അപ്പോൾ അതിൻ്റെ തടികൾക്കുള്ളിൽ വെച്ചിരുന്ന എന്തോ ഒരു സാധനം ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴുകി കടലിൽ പോയി ചേർന്നോട്ടെ എന്നും മനാഫ് കരുതിയിരുന്നു എന്നൊരു സ്റ്റോറി, എന്നൊരു കോൺസ്പിറസി സ്റ്റോറി പണ്ട് മുതലേ ഉണ്ട്. മനാഫിൻ്റെ അമിത താല്പര്യം. അതിനുശേഷം മനാഫ് വില്ലനായി മാറി. മനാഫിനെ അർജുൻ്റെ വീട്ടുകാർ തള്ളി പറഞ്ഞു. ഉടനെ മനാഫ് പറഞ്ഞ കാര്യമുണ്ടോ? അവരൊക്കെ സംഘികളാണ്, അല്ലെങ്കിലും അങ്ങനെ പറയുള്ളൂ. മനാഫ് അതിൻ്റെ അർജുൻ്റെ പേരിൽ വലിയ ഹീറോയായി, സാമൂഹ്യ പ്രവർത്തനായി. അൻവറിക്ക അല്ലേ, അയാളെ നന്മമരമാക്കി. ഇയാൾ സാമൂഹിക ഇടപെടൽ നടത്തുന്ന ആളെ ലോറിക്കാരൻ മനാഫ് അല്ലെ, ലോറി ഉടമ മനാഫ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വലിയ ലക്ഷങ്ങളുടെ വരുമാനവും ഉണ്ടാക്കി എന്നൊക്കെയുള്ള കഥ. അത് കഴിഞ്ഞ് പിന്നെ മനാഫിനെ കുറിച്ച് കേൾക്കുന്നില്ല. മനാഫിനെ പിന്നെ കാണുന്നത് ധർമ്മസ്ഥലയിലാണ്. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ക്ഷേത്രം, മഞ്ജുനാഥൻ്റെ ക്ഷേത്രം. അവിടെ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഹിന്ദു ക്ഷേത്രമാണ്, പക്ഷേ നടത്തുന്നത് ജൈനമതക്കാരാണ്. രണ്ട് മതങ്ങൾ തമ്മിലുള്ളൊരു സമന്വയമൊക്കെയുള്ള ഏറ്റവും മാതൃകാപരമായി നടത്തുന്ന വലിയ വരുമാനമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗജന്യ താമസം, സൗജന്യ ഭക്ഷണം, സൗജന്യ ചികിത്സ, ആളുകൾക്ക് ജനങ്ങളെ ശാക്തീകരിക്കാനുള്ള പദ്ധതികൾ, സ്വയം സഹായ സംഘം SH ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആളുകളെ ഈ പലിശ മാഫിയയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം. അങ്ങനെ ഒരു ധർമ്മസ്ഥല എന്ന് പറയുന്ന ബൽത്തങ്ങാടിയോട് ചേർന്നുള്ള ഒരു വനപ്രദേശത്ത്, ചുറ്റും കാടാണ് ധർമ്മസ്ഥലയ്ക്ക് ചുറ്റും, ആ പ്രദേശത്ത് ഏറ്റവും മാതൃകാപരമായ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ദേവസ്ഥാനം വന്നപ്പോൾ ആ ദേവസ്ഥാനവുമായി ചുറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ മുഴുവൻ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്ഷേത്രം. ആ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ഒരാളെ, ഒരു മുഖംമൂടിക്കാരനെ കൊണ്ടുവന്ന്, ഇത് നമ്മൾ പഴയ കഥയൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പഴയ ഈ വളരെ സ്ഥൂല വിവരണത്തിലേക്ക് പോകണ്ട. അറിയാം, ഒരുത്തനെ കൊണ്ടുവരുന്നു. അവിടെ ഞാൻ 100 കണക്കിന് സ്ത്രീകളെ, ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളെ, സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം കുഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ഇയാളുടെ പരാതി മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എടുത്ത കേസ്, ആ കേസിൽ ഇയാൾ പറഞ്ഞതെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞ് അവസാനം ഇതൊരു വലിയ ഗൂഢാലോചന. തമിഴ്നാട്ടിലെ ഷെന്തിൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP, അയാൾ ഒരു ഇവാഞ്ചലിസ്റ്റാണ്, മതം മാറിയ ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്. പേര് കേട്ടാൽ ഹിന്ദുവാണ്, ആൾ ക്രിസ്ത്യനാണ്. അയാൾ ദക്ഷിണ കന്നഡയിൽ ജില്ലാ കളക്ടറായിരിക്കെ ഈ ക്ഷേത്രവുമായിട്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, പിന്നീട് അയാൾ സിറ്റിസൺ അമെൻമെൻറ്റ് ആക്റ്റിൽ പ്രതിഷേധിച്ച് IAS രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന് തിരുവള്ളൂർ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ്. അയാളാണ് ഇതിൻ്റെ ഗൂഢാലോചനയുടെ കിങ് പിൻ എന്ന് മനസ്സിലായി. പിന്നീട് അവിടെ ചില റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്ന മഹേഷ് ഷെട്ടി തിമ്മറോടി, പിന്നെ ജയന്ത് T എന്ന് പറയുന്നൊരു മലയാളി, ഇങ്ങനെ ഒരു ഗൂഢസംഘം ഈ ചിന്നയ്യനെ പരിശീലിപ്പിച്ച് അയാൾക്ക് പ്രതിഫലം ഓഫർ ചെയ്ത് ചെയ്യിച്ച പണിയാണ് ധർമ്മസ്ഥലയിലെ കൂട്ട കുഴിമാടങ്ങളുടെ കഥ എന്ന് പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പം ഈ മനാഫാണ് ഈ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട് ധർമ്മസ്ഥലയിൽ എനിക്ക് നേരിട്ടറിയാം, ഇങ്ങനെ ഒരുപാട് പേരെ കൊല ചെയ്തിട്ടുണ്ട്, കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു.
പക്ഷേ ഇപ്പോൾ കുരുക്കായിരിക്കുന്നത് നമുക്ക് നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആർക്കും വേണമെങ്കിൽ അതേക്കുറിച്ച് അഭിപ്രായം പറയാം, പ്രതികരിക്കാം, പ്രതിഷേധിക്കാം. അതൊന്നും കുഴപ്പമില്ല. മനാഫ് അത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത്രയേ ചെയ്തുള്ളൂ എങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മനാഫ് മറ്റൊരു കാര്യം ചെയ്തു. മനാഫ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നിട്ട് ഒരു ചിത്രം കാണിച്ചു. ചിത്രം കാണിച്ചിട്ട് പറഞ്ഞു, ദാ ഈ ചിത്രത്തിലിരിക്കുന്നത് അനന്യ ഭട്ട്. അനന്യ ഭട്ട് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ചിത്രമാണ്. എനിക്കറിയാം ഈ പെൺകുട്ടിയെ. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പോലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ദാ ഫോട്ടോ, ഇതാണ് ഫോട്ടോ എന്ന് പറഞ്ഞ് ഒരു മാധ്യമ സമ്മേളനം മനാഫ് നടത്തി. പക്ഷേ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നേയില്ല എന്ന് മനസ്സിലായി, ജനിച്ചിട്ടേ ഇല്ല. സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇവർ ഹയർ ചെയ്തു. വളരെ 25-30 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബം വിട്ട് ഇറങ്ങിപ്പോയി അർബൻ നക്സലൈറ്റും പിന്നീട് മാവോയിസ്റ്റും ഒക്കെ ആയി മാറിയ ഒരു സ്ത്രീ. അവർ വർഷങ്ങൾക്ക് ശേഷം അവരെ തിരിച്ചു കൊണ്ടിരുന്നു. അവർ പറയുന്നു, എനിക്കൊരു മകളുണ്ടായിരുന്നു അനന്യ ഭട്ട്. അവൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം അവളെ കാണാതായിരിക്കുന്നു. അവൾ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നതാണ്. ഞാൻ കൊൽക്കത്തയിലെ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുജാത ഭട്ട് വരുന്നത്. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് കസ്തൂർബ മെഡിക്കൽ കോളേജിലും ആ പ്രദേശത്തുള്ള മറ്റൊരു മെഡിക്കൽ കോളേജിലും അന്വേഷിച്ചപ്പോൾ അനന്യ ഭട്ട് എന്ന പേരിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. സുജാത ഭട്ട് കൊൽക്കത്തയിലെ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായിരുന്നു എന്ന് അവകാശപ്പെട്ടു. കൊൽക്കത്ത CBI ഓഫീസിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു CBIയുടെ ഓഫീസിലും സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റെനോഗ്രാഫർ ഉണ്ടായിരുന്നില്ല. സ്റ്റോറി പൊളിഞ്ഞു. ഈ സുജാത ഭട്ടിനോട് ചോദിച്ചു, നിങ്ങളുടെ മകളുടെ സർട്ടിഫിക്കറ്റ്സ് വല്ലതും കൊണ്ടുവരൂ. അപ്പോൾ പറഞ്ഞു, എന്താണ് അത്, ഞങ്ങളുടെ വീടിന് തീ പിടിച്ചപ്പോൾ എല്ലാം കത്തിപ്പോയി എന്ന് പറഞ്ഞു. ഒടുവിൽ ഈ സുജാത ഭട്ട് പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ ഒരു മകളില്ല. കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിന് ഈ ധർമ്മസ്ഥലയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ നാട് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ കുടുംബം എന്ത് ചെയ്തു, ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എനിക്ക് കൂടി അവകാശപ്പെട്ട ഈ പ്രോപ്പർട്ടി ക്ഷേത്രത്തിന് വിട്ടുകൊടുത്തു. എൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട മഹേഷ് ഷെട്ടി, തിമറോടി ഉൾപ്പെടെയുള്ളവർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ആ വസ്തുവിൻ്റെ വിഹിതം കിട്ടും, കോടികൾ വിലമതിക്കും. നിങ്ങൾക്കൊരു മകളുണ്ടെന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ഷെയർ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് ഇവരിപ്പോൾ പറയുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് ഇവരുടെ അനന്യ ഭട്ടിൻ്റെ അമ്മ എന്ന് അവകാശപ്പെട്ട് വന്ന സുജാത ഭട്ട് പറഞ്ഞതിന് ശേഷം മനാഫ് പത്രസമ്മേളനം നടത്തി. എന്നിട്ട് പറഞ്ഞു, അവരൊക്കെ പറയുന്നത് സുജാത ഭട്ടിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അനന്യ ഭട്ടുണ്ട്, ഇതാണ് ചിത്രം എന്ന് പറഞ്ഞൊരു ചിത്രം കാണിച്ചു. ഈ ചിത്രമാണ് ഇപ്പോൾ മനാഫിനെ കുരുക്കിലാക്കുന്നത്. കാരണം ഈ ചിത്രം വാസന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടേതായിരുന്നു. ആ സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. മരിച്ചു എന്ന് മാത്രമല്ല, ഈ സ്ത്രീയുടെ ബന്ധുക്കൾ ആരും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഇങ്ങനൊരു ചിത്രവുമായി മനാഫിനെ പറഞ്ഞു വിട്ടത് ഈ പറയുന്ന ഗൂഢസംഘമാണ്. അങ്ങനെയല്ല, ഇങ്ങനെ ഒരാളുണ്ടെന്ന് സ്ഥാപിക്കണം, വീണ്ടും വിവാദം ഉണ്ടാക്കണം. അവിടെ ദൂത് TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ സമീർ MD എന്ന് പറയുന്ന ഒരാൾ, ദൂത് TVയുടെ ഉടമയായ സമീർ MD ആണ് ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള ആദ്യ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിരന്തരം വീഡിയോ ചെയ്ത് സമീറും മഹേഷ് ഷെട്ടി, തിമറോടിയും അടങ്ങുന്ന സംഘം മനാഫുമായി ചേർന്നുണ്ടാക്കിയതാണ് ഈ വാസന്തിയുടെ വ്യാജ ചിത്രം. അവരപ്പോൾ ഈ ചിത്രം സംഘടിപ്പിക്കുമ്പോൾ ഇവർ ഉറപ്പാക്കി ഇയാൾ ജീവിച്ചിരിപ്പില്ല, ഇവരുടെ ബന്ധുക്കളാരുമില്ല എന്ന് മാത്രമല്ല, റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഒരു പടം കൊടുത്താൽ ആരുടെയാണെന്ന് തിരിച്ചറിയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്, അല്ലേ? അത് വെച്ച് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ചിത്രമാണ് ഇതെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മനാഫുമായിട്ട് പത്രസമ്മേളനം നടത്തിയത്. പക്ഷേ ഈ ചിത്രം കണ്ടിട്ട് ഇത് വാസന്തിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ ചില ആളുകൾ രംഗത്ത് വന്നതോടെ ഈ സുജാത ഭട്ടിൻ്റെ അനന്യ ഭട്ട് സ്റ്റോറി കംപ്ലീറ്റ്ലി പൊളിഞ്ഞു എന്ന് മാത്രമല്ല, മനാഫിന് കുരുക്കാവുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം മനാഫിന് എന്ത് കാര്യം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് നമ്മളാണ്. അതിനകത്ത് എല്ലാ കള്ളത്തരങ്ങളും ആദ്യം റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ അറിയിച്ചത് നമ്മളാണ്. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തു, മനാഫിന് എന്താണ് കാര്യം, ധർമ്മസ്ഥല കോഴിക്കോടുകാരൻ മനാഫ് എന്തിനാണ് കർണാടകയിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മൾ ചോദിച്ചത്. അപ്പോൾ ചിലർ പറഞ്ഞു മനാഫ് ഇന്ത്യൻ പൗരനാണ്, അയാൾക്കതിന് അവകാശമുണ്ട്. ശരിയാണ്, ഇന്ത്യൻ പൗരൻ എവിടെ പോയി സമരം ചെയ്യാം, നാട്ടുകാർ കൈവെക്കാതെ നോക്കിയാൽ മതി. അപ്പോൾ അയാൾ അവിടെ പോയി ചെയ്തു. പക്ഷേ അയാൾ സമരം ചെയ്യല്ലോ, ഒരു ഫേക്ക് നാരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി വാസന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചിത്രം കൊണ്ടുവന്ന് സുജാത ഭട്ട് തന്നെ എനിക്കൊരു മകളില്ല എന്ന് പറഞ്ഞിരിക്കെ, അല്ല ആ സ്ത്രീ പറയുന്ന കള്ളമാണ്, അവരുടെ മകളാണ് ഈ കാണുന്നത്, ഞാൻ പെറ്റിട്ടില്ല എന്ന് സുജാത ഭട്ട് പറയുന്നത്. അല്ല, നിങ്ങൾ പെറ്റിട്ടുണ്ട്, മറന്നുപോയത്, അത് ഈ കൊച്ചിനെയാണ് പെറ്റതെന്ന് മനാഫ് പറയുന്നത്. അങ്ങനെ മനാഫ് പറയണമെങ്കിൽ മനാഫിൻ്റെ റോൾ എന്താ? മനാഫ് ഈ ഗൂഢാലോചനയിൽ കൃത്യമായി പങ്കുവഹിച്ച ആളാണ്.
അതാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കർണാടക പോലീസ് ഇപ്പോൾ മനാഫിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് മനാഫിൻ്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു അജണ്ട, ഇത് ഒരു പാളിപ്പോയ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ, ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ, ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന സംഘടിതമായ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന. അതിനകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട്, അർബൻ നക്സലൈറ്റുകളുണ്ട്, മാവോവാദികളുണ്ട്, മദ്യ ലോബിയുണ്ട്, മയക്കുമരുന്ന് ലോബിയുണ്ട്, ബ്ലേഡ് മാഫിയുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ധർമ്മസ്ഥലയിൽ ഇത് നടത്തിയത്. ധർമ്മസ്ഥലയിലെ ഈ ഓപ്പറേഷൻ വിജയിച്ചിരുന്നെങ്കിൽ നാളെ അത് ഗുരുവായൂരും തിരുപ്പതിയിലും പഴനിയിലും ശബരിമലയിലും ശ്രീപത്മനാഭൻ്റെ തിരുവനന്തപുരത്തും ഒക്കെ നടക്കുമായിരുന്നു. ആസൂത്രിതമായി ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോഴും വളരെ അതിശക്തമായ ഒരു ഹിന്ദു വേരുകളുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ഒരു വേരുകൾ മുറിച്ചാൽ മാത്രമേ ഇന്ത്യയെ തകർക്കാൻ പറ്റുള്ളൂ എന്ന് ഈ പറയുന്ന വിദ്രോഹ ശക്തികൾക്കറിയാം. അതിൻ്റെ ഭാഗമായി ഹിന്ദു ക്ഷേത്രങ്ങൾ എപ്പോഴും ടാർഗറ്റഡാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയൻ ആയിട്ടല്ല, നമ്മൾ സിനുവും ഞാനും ഒക്കെ ഇരുന്നിട്ട് തിരുപ്പറംകുன்றത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. തിരുപ്പറംകുன்றம் എന്ന് പറയുന്ന മുരുകൻ്റെ 6 പടയ വീടുകളിലൊന്നായ തമിഴ്നാട്ടിലെ ആ മല വഖഫാണെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ ലീഗിൻ്റെ MP, മുസ്ലിം ലീഗിൻ്റെ MP അവിടുത്തെ DMK MLA കൂടെ നടത്തിയ ഒരു നാടകമുണ്ട്. അവിടെ പോയിട്ട് മുരുകൻ്റെ തിരുപ്പറംകുன்றம் മലയിൽ ആടിനെ മുറിക്കാനായിട്ട്, ആടിനെ അറക്കാൻ വേണ്ടി ആളുകളുമായിട്ട് എത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹിന്ദു ക്ഷേത്രങ്ങളെ, അത് ചെറിയ ക്ഷേത്രങ്ങളല്ല, ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളെ ആക്രമിച്ച് ആദ്യം നശിപ്പിച്ചാൽ പിന്നെ ചെറിയ ക്ഷേത്രങ്ങൾ പ്രശ്നമേ അല്ല. അപ്പോൾ അത്തരം ഒരു അജണ്ടയുടെ ഭാഗമായി സുഡാപ്പി അജണ്ടയുമായിട്ട് വന്ന മനാഫ് ഇപ്പോൾ കർണാടക പോലീസിൻ്റെ, അത് രസകരമാണ്, കർണാടക പോലീസ് എന്ന് പറഞ്ഞാൽ സുഡാപ്പി താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന പോലീസാണ്. പക്ഷേ ധർമ്മസ്ഥല വന്നപ്പോൾ അത്തരം ഇവാഞ്ചലിസ്റ്റ് താല്പര്യങ്ങൾക്കും സുഡാപ്പി താല്പര്യങ്ങൾക്കും അർബൻ നക്സൽ താല്പര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാതെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന ഗതികേടിലേക്ക് അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല. കാരണം കർണാടകയിൽ വലിയ പ്രതിഷേധവും വലിയ ജനരോക്ഷവും ഉണ്ടാവുന്നുണ്ട് ഈ ധർമ്മസ്ഥലയ്ക്ക് നേരെ നടത്തിയ അപവാദ പ്രചരണത്തിൻ്റെ പേരിൽ. അപ്പോൾ കർണാടക സർക്കാർ നിലത്ത് വീഴുന്നുള്ള അവസ്ഥ പോലും സംജാതമായതിനെ തുടർന്നാണ് സത്യസന്ധമായി, ഏതായാലും സെന്തിലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളിലേക്ക്, പാർലമെൻറ്റ് അംഗമായ സെന്തിലിലേക്കൊന്നും ഈ അന്വേഷണം എത്താൻ പോകുന്നില്ല. പക്ഷേ അതിന് താഴെ പ്രവർത്തിച്ച ആളുകൾ പിടിയിലാക്കിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് കർണാടക സർക്കാർ മാറിയതിൻ്റെ ഭാഗമാണ് മനാഫ് ഇപ്പോൾ അറസ്റ്റിലാവാൻ പോകുന്നത്. ഏതായാലും മനാഫ് എന്ന് പറയുന്ന ആൾ കേരളത്തിൽ നിന്ന് പോയി, കോഴിക്കോട് നിന്ന് പോയി, കർണാടകയിൽ പ്രത്യേകിച്ച് സ്ഥാപിത താല്പര്യങ്ങളോടെ പ്രവർത്തിച്ച ഒരാളാണെന്ന് വ്യക്തമായിരിക്കുന്നു. സമീപകാലത്ത് ഇങ്ങനെ ഈ നന്മ മരങ്ങളായി വരുന്ന ആളുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നുകൂടെ ആലോചിക്കുന്നുണ്ട്. ഈ നന്മ മരങ്ങളുടെയൊക്കെ പേരെടുത്താൽ മനസ്സിലാവും നന്മ മരങ്ങളുടെ സ്വഭാവം, അതിൻ്റെ രുചി എന്താണെന്ന് മനസ്സിലാവും. അത്തരത്തിലുള്ളൊരു നന്മ മരമാണ്. നന്മ മരങ്ങൾ ഉണ്ടാവുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.